വെൽക്കം ടു ജിലേബി ക്യുസീൻ. ഞാൻ ജിജോ. ഇന്ന് ചക്കപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ അല്ലേ, അപ്പോൾ ഒരു ചക്കപ്പുട്ട് തന്നെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ചക്കപ്പുട്ട് ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. അത് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് എന്താ പറയുക, നമ്മൾ പുട്ടിന് നോർമലി കുഴച്ചെടുക്കുന്ന പോലെ അരിപ്പൊടി കുഴച്ചെടുക്കുക. തേങ്ങാപ്പീര നമ്മൾ വെച്ച് കൊടുക്കില്ലേ, അതിന് പകരം നമ്മൾ ചക്ക വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ചക്കയ്ക്കകത്ത് കുറച്ച് തേങ്ങാപ്പീരയും കൂടെ മിക്സ് ചെയ്യണം. അത് രണ്ടും കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അതിൽ കുറച്ച് പഞ്ചസാരയോടെ ഇട്ടിട്ടൊന്ന് കഴിച്ച് നോക്കിക്കോ, നല്ല രസമായിരിക്കും. അപ്പോൾ ഇതുകൂടെ കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ അളവെന്ന് പറയുന്നത് ചക്കയും തേങ്ങാപ്പീരയൊക്കെ നിങ്ങൾക്ക് പുട്ടിനകത്ത് എത്ര ചക്കപ്പഴം വെക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഏകദേശം 1.5 കപ്പോളം ചക്ക അരിഞ്ഞതും 1 കപ്പോളം തേങ്ങാപ്പീരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. ഇനി നമുക്ക് പുട്ട് നനച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റൈസ് ഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നനച്ചെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഏകദേശം 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് വെള്ളം, ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് മൊത്തം ചേർക്കുന്നില്ല, ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് പറയാം ഞാൻ എത്ര ചേർത്തെന്ന്. ഉപ്പൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വീഴും എന്നുള്ള പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ എടുക്കുന്ന ഈ അളവിന് എൻ്റെ അടുത്തുള്ള പുട്ടുണ്ടാക്കുന്ന മോൾഡിനനുസരിച്ച് 3 പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ ഉപയോഗിക്കുന്ന മോൾഡിനനുസരിച്ച് എണ്ണം കൂടുകയും കുറയുകയും ചെയ്യും. എല്ലാ സൈഡിലോട്ടും ഒന്ന് ഇളക്കി വെള്ളം എത്തണം. അപ്പോൾ അതിനായിട്ട് നല്ലതുപോലെ ഇളക്കുക. ഈ പുട്ട് നനയ്ക്കുമ്പോൾ എപ്പോഴും കൈ തന്നെ യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ആ കൈയിനകത്ത് നമ്മൾ പിടിക്കുന്നതിന് തന്നെ മനസ്സിലാവും ആ പുട്ടുപൊടി നനഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ ആ ഒരു റഫ്നെസ് എങ്ങനെയുണ്ട്, അത് സോഫ്റ്റ് ആയോ എന്നൊക്കെ നമുക്ക് ശരിക്കും കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നനച്ചെടുക്കുക, ഇങ്ങനെ കുഴച്ച് നനച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നനയ്ക്കുമ്പോൾ അധികം കട്ടയും പിടിക്കില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടച്ചിങ്ങനെ കൊടുക്കാനും പറ്റും. എന്താ പറയുക, ഇപ്പം നമ്മൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുക്കുമ്പം നമ്മൾ ഏതൊരു പൊടിയായിട്ടുള്ള സാധനവും നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിനെ കലക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്രയും കട്ട കൂടത്തില്ലല്ലോ. അതുപോലെ നമുക്കത് ആ ബാറ്റർ വന്നിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടില്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ പുട്ട് നനയ്ക്കുമ്പോഴും അതേപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികം അതിൽ ഉരുണ്ട് പിടിക്കത്തില്ല. അപ്പം അല്ലെങ്കിൽ അങ്ങനെ ഉരുണ്ടൊക്കെ ഒത്തിരി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ബൗളിലിടുക, എന്നിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കുക. അല്ലാണ്ട് മിക്സിയിൽ അരയ്ക്കുന്ന പോലെ അടിക്കാൻ പാടില്ല. ഒന്ന് വിപ്പ് ചെയ്യുക. അതിനകത്ത് വിപ്പിംഗ് ബട്ടൺ ഉണ്ടല്ലോ, ആ പൾസ് ബട്ടൺ അല്ലെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് റിലീസ് ചെയ്യുക. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ വന്നിട്ട് അതങ്ങ് അരഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് പ്രസ് ആൻഡ് റിലീസ് അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പം നല്ലതുപോലെ നനഞ്ഞ് കിട്ടുന്നതായിരിക്കും, തരിയൊന്നുമില്ലാതെ. നല്ലപോലെ നനച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പുട്ട് നനഞ്ഞതിൻ്റെ പരുവം അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കയ്യിൽ കുറച്ചെടുക്കുക, എന്നിട്ട് അതിനെ ഒന്ന് അമക്കി നോക്കുക. അപ്പോൾ അത് ഉരുളയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് നനഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പും ഒരു 2-3 ടീസ്പൂണും കൂടെ കൂടുതൽ മാത്രമേ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ ഒരു മോൾഡിലാണ് പുട്ടുണ്ടാക്കി എടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റീമർ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ എന്താ പറയുക, ഇതുപോലെ കിഴുത്തപാത്രം യൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ പുട്ടിലേറെ ആദ്യം ചക്കപ്പഴം ചേർത്ത് കൊടുക്കുക. അതിന് മേളിൽ പുട്ടുപൊടി ഇട്ടിട്ട് ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. പ്രഷർ കുക്കറിന് മേളിൽ വെച്ചിട്ട് ആണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഈ ചക്ക മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്
വെച്ചിരിക്കുന്നത് വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ ഒക്കെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ചക്ക കുറച്ചുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് കുത്തി നിറയ്ക്കരുത് ഇതിനകത്ത്, അപ്പോൾ ആവി എല്ലാ ഭാഗത്തേക്കും കയറത്തില്ല. ലൂസായിട്ട് തന്നെ ഇടുക. ജസ്റ്റ് ഇങ്ങനെ സ്പൂണൊന്നും വെച്ചിട്ട് പ്രസ് ചെയ്ത് വിടണ്ട. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് ഫില്ലാവുന്ന കണക്കിൽ ഇട്ടാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ പുട്ടുകുറ്റിക്കകത്ത് ഉണ്ടാക്കുമ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ലൂസായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അതിൽ തന്നെ അങ്ങനെ മോൾഡായി വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പകുതി വേഗത്തില്ല, നടുകുവശം വേഗാതൊക്കെ തരിതരിയായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യും. ഇനി നമുക്ക് ഇത് ഞാൻ ഇത് അടപ്പ് വെച്ച് അടച്ചിട്ട് കുക്കർ ഞാനാണെങ്കിൽ സ്റ്റൗവിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ റിങ് അല്ലെങ്കിൽ ഗ്യാസ്കറ്റ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കുക്കർ അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആ ഹോളിൽ, ഇതിൻ്റെ അടിയിലെ ആ ഹോളിൽ അതിലേക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഈ പുട്ട് ആയി കഴിയുമ്പോൾ ഈ മോൾഡിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന അടപ്പില്ലേ, അതിന് ഹോൾസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ ആവി വരും, അതേപോലെ നല്ല മണവും വരും. അപ്പോൾ അത് എടുത്ത് വയ്ക്കാം. പുട്ടിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്? നല്ല മണമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ആ ചില്ലും കൂടി ഒന്ന് എടുത്ത് മാറ്റാം. ഇച്ചിരി ചൂടുണ്ട്, സൂക്ഷിച്ചെടുക്കാം. രുചികരമായ ചക്കപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വേറെ കറിയോ കൂട്ടാനോ ഒന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് പഞ്ചസാരയോടെ ഇട്ട് നോക്കുക. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് യൂട്യൂബ് ചാനൽ, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ. Bye. Thank you.